ശിവാനിയോ? ഞാൻ പുറത്ത് മഴ പെയ്യുന്നുണ്ടോ നോക്കി നിൽക്കുകയായിരുന്നു. മഴ പെയ്യോ ശിവാനി? അത് മഴയ്ക്ക് തോന്നുമ്പോ അങ്ങ് പെയ്തോളും. ആണല്ലേ? അല്ല താനെന്താണ് പോവാണ്ട് ഇവിടെ നിന്ന് കറങ്ങുന്നത്? അല്ല, അമ്മമ്മ പറഞ്ഞു ചോറൊക്കെ കഴിച്ച് സമാധാനത്തില് പോയാ മതിയെന്ന്. അപ്പൊ ഞാനും വിചാരിച്ച അങ്ങനെ പോവാന്ന്. സത്യം പറഞ്ഞാ ഞാൻ കേശുവിനെ രക്ഷപ്പെടുത്തിയതിന്റെ സന്തോഷത്തില. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. താൻ കൊറേ നേരമായല്ലോ ഞാൻ വന്നോണ്ട് കേശുവിനെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത്. അത് സത്യമാണല്ലോ, ഞാൻ വന്നോണ്ടാണല്ലോ കേശുവിനെ രക്ഷപ്പെടുത്താൻ പറ്റിയത്. ചോദിക്കുന്നുണ്ടോന്നും വിചാരിക്കല്ലേ. എന്ത് വിചാരിക്കും? ശിവാനി ചോദിച്ചു. തന്നെ തീരെ വിശ്വാസം ഇല്ലാത്തോണ്ടാണ്. സത്യം പറയടോ, താനാണോ കേശുവിനെ തല്ലാൻ വേണ്ടി ആൾക്കാരെ ഏർപ്പാടാക്കിയത്? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ശിവാനി തോന്നുന്നുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അതിന്റെ കാര്യം എനിക്കില്ല. എന്താ ശിവാനി ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെയല്ല. എന്നാ തന്റെ ബൈക്ക് എവിടെ? താലേക്ക് സ്ഥിരം ബൈക്കിലല്ലേ വരാറ്? ഇന്നെന്തേ ബൈക്ക്? നല്ല ചോദ്യം. എനിക്കറിയാം, പറ. ബൈക്കാണല്ലോ. ബൈക്കാണ്. ടയർ ഉണ്ടല്ലോ. ഉണ്ട്. സൂചി കയറി പഞ്ചറായി. സൂചി കയറി പഞ്ചറായി? ബൈക്കിന്റെ ടയറ് സൂചി കയറി പഞ്ചറായി ആവാലോ. ബൈക്ക് റോഡിലിരിക്കണം അല്ലേ? ശരി, പിന്നെ താൻ എങ്ങനെയോ കറക്റ്റ് ഈ വഴക്ക് നടക്കുന്ന സ്പോട്ടിൽ പൊട്ടി മുളച്ചു വന്നത്? ശിവാനി ഇപ്പൊ സിനിമകൾ കാണാറില്ലേ? അതില് നായകന്മാര് എന്തെങ്കിലും പ്രശ്നം നടക്കുമ്പോ ആൾക്കാരെ വന്ന് രക്ഷപ്പെടുത്താറില്ലേ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടോ എന്തിനു വന്ന് എവിടെ നിന്നൊന്നും ചോദിക്കാറുണ്ടോ? ഇല്ല, ചോദിക്കാറില്ല. അതേപോലെ എന്നാ ദൈവം കൊണ്ട് എത്തിച്ചായിരിക്കും കേശുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. ഹലോ ஹலோ சிபு, உனக்கு தான் லட்டு. ലഡുവാ? എനിക്കാ? நான் நினைச்சேன் நீ இந்த டைமுக்குள்ள போயிருப்பேன்னு. ഇല്ല, അമ്മ പറഞ്ഞ് ചോറൊക്കെ കഴിച്ച് പതുക്കെ പോയാ മതിയെന്ന്. அப்படின்னா டீ குடிச்சு சாயங்காலம் மெதுவா போனா போதுം. ഇല്ല, എനിക്ക് ഷോപ്പുണ്ട്, അവിടെ ചെല്ലണം. അപ്പൊ നീ കട വിട്ടിട്ടാണോ കേശുവിനെ രക്ഷിക്കാൻ വന്ന്? ആ കടയിൽ ഇരുന്നപ്പോഴേ എന്തോ ഒരു ഉൾവിളി പോലെ അങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങോട്ട് വന്നപ്പോ കേശുവിനെ അവിടെ ആരൊക്കെ അടിക്കണം, അങ്ങനെ രക്ഷപ്പെടുത്തിയതാ. അല്ല, കേശു ഇവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടാ? എടാ, അവരെല്ലാം കൂടെ തല്ലിട്ട് നിനക്ക് വേദന ഉണ്ടോ? എടാ പോടാ ഇവിടുന്ന്. അവന്മാരൊന്നും തല്ലിയില്ലല്ലേ? തല്ലിയില്ലല്ലേ? അതിന് മുന്നേ ഞാൻ വന്ന് ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല, പെടും. അല്ല, ഇനി ഇവിടെ നിന്നാലേ ശരിയാവില്ല, കടയിലെ കാര്യങ്ങളൊക്കെ പെട്ടുവെന്ന് പറയായിരുന്നു. അതെ കേശു, പുറത്തോട്ട് ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഓടി ഒന്ന് സെറ്റ് ആക്കല്ല. കറക്റ്റാ, നീ രജനി സാർ മാറി വന്ന് ടക്കുന്ന് കേസുവ കാപ്പാത്തുവേ. അങ്ങനെയൊന്നുമില്ല. சிபு, நான் உனக்கு ஸ்பெஷலா ஜூஸ் கொண்டு தரேன். அதெல்லாம் சாப்பிட்டுட்டு மெதுவா போனா போதும். சிவா, இது பிடிச்சுக்கோ, வேணும்னா எடுத்துக்கூடு. അല്ല, ജ്യൂസ് ഒന്നും വേണ്ടായിരുന്നു. അല്ല, അത് പറ്റൂല. അമ്മൂമ്മ പറഞ്ഞത് ഊണൊക്കെ കഴിച്ചിട്ട് പോവാന്നല്ലേ. ഊണ് കഴിച്ചിട്ട് പോയാ മതി. അല്ല, അവന് പോണം നിർബന്ധമുണ്ടെങ്കിൽ പൊക്കോട്ട്. കളി അല്ല, ഒന്ന് മതി, ഷുഗർ വരില്ലല്ലേ. നിങ്ങൾ കഴി. ഞങ്ങള് കുറെ കഴിച്ചതാ. ആണോ? അയ്യോ, പാറുവല്ലേ വിളിക്കുന്നത്? ഇനി പാറുവിനെ രക്ഷിക്കേണ്ടി വരൂ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഫോൺ എവിടുന്ന? പുറത്തുനിന്ന്. മാവൻ ചോട്ടിന്നോ? അല്ല, അതെ അവിടുന്ന്. അപ്പുറത്തുനിന്നോ? ചേട്ടാ, എനിക്ക് തോന്നുന്നതേ ചേട്ടനെ ഇടിക്കാൻ വന്ന ആരുടെയും ഫോണായിരിക്കും. വഴിയില്ല. വഴിയുണ്ടല്ലോ. അല്ല, അങ്ങനെ അല്ല, അതല്ല, അങ്ങനെ വരാൻ വഴിയില്ല. നീ ഫോണിൽ തന്നെ. മൊബൈൽ ഷോപ്പുള്ള എനിക്കല്ലേ, അപ്പൊ ഞാൻ നോക്കും. ഇത് ഒരു മരുന്ന് പൊട്ട ഫോണ്. കേശുവേ, എങ്ങാനും ഈ ഫോൺ അവന്മാരുടെ ആണെങ്കിലേ അവന്മാരെ എന്തായാലും ഇത് അന്വേഷിച്ച് വരും. അപ്പൊ വേണമെങ്കിൽ ഒന്നും കൂടെ പൂട്ടാം. അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അവർക്ക് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തല്ലോ, ഇനി വരാൻ ഇതില്ല. ഞാൻ പോയിട്ട് വരാം എന്തായാലും. അല്ല, ഫോണ് കട വെച്ചിരിക്കാം. ഫോൺ താണോ നോക്കട്ടാ? അല്ല, ഞാൻ നോക്കിടാ. നീ കട എന്തിനു കൊണ്ട് വെക്കണം? ആന്റിക് പീസ് ഫോൺ ചോദിച്ചപ്പോ കൊടുത്താ പോരെ? എന്താ? ഒന്നുമില്ല, പൊട്ട ഫോണിത്. നിനക്ക് ഇത്ര വെപ്രാളം എന്ത്? അല്ല, ഒന്നുമില്ല ചേച്ചി.
ഈ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫോണാണോ നീ ഇത്ര നേരം മാന്തിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ലേ കംപ്ലൈന്റ് ആണ്, പൊട്ട ഫോണാണെന്ന്. ആരും വരില്ല തിരക്കി. നീ അത് ഓണാക്കി നോക്കിക്കേ. ഓണാക്കണ്ട ചേച്ചി, കണ്ടവരെ ഫോണ് നമ്മൾ എന്തിനാ ഓണാക്കണേ? അതെന്താ ഓണാക്കിയ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ആ പിന്നെ ഓണാക്ക്. പവർ ഓൺ, പവർ ഓൺ. ഇതെന്താ? എന്താടാ എന്താടാ എന്താ എന്താ ചേച്ചി? ഇത് ചേട്ടനെ ഇടിക്കാൻ വന്ന ആളല്ലേ? എവിടെ? ആ ശരിയാ, ഇപ്പുറത്തേക്ക് ഞാനല്ലേ? അല്ല അത് ഇല്ലവനെ സത്യം പറ, നീ എന്നെ തല്ലാൻ ആളെ ഏൽപ്പിക്കും അല്ലേ? അല്ല ഞാൻ തല്ലാൻ പറഞ്ഞിട്ടില്ല, ഒന്ന് വരട്ടാനേ പറഞ്ഞിട്ടുള്ളൂ. ഓ അപ്പൊ നീ തന്നെ അത് പറഞ്ഞത്. എടാ, സത്യം പറയടാ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അത് ചെയ്തത് കേശുവിന്റെ അടുത്തൊരു കംപ്രസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ ഇംപ്രസ്. എടാ മഹാഭാവി, നീ ഇവരെ തല്ലിക്കാൻ വേണ്ടിട്ട് പുറത്ത് ഗുണ്ടകൾ ഇറക്കിയല്ലേടാ? അയ്യോ ചേച്ചി, അവര് ഗുണ്ടകളല്ല, അനാഥരാണ്. അനാഥർ അല്ല, അവരെന്റെ നാട്ടിലെ പാവങ്ങളാണ്. സത്യമായിട്ട് അവന്റെ എന്റെ ശിവമോന്റെ ദേഹത്ത് ഒരു തരി മണല് നുള്ളിട്ടുമല്ലോ ഒറ്റരണോ. ആ അവനെ എന്നെ രക്ഷിച്ചവനാ. അതെ. യവനെ എനിക്ക് ഒറ്റയ്ക്ക് തല്ലണം. ഓടല്ലേ, കൊല്ലും ഞാൻ. ഇല്ലടാ അവിടെ. നിന്റെ മോന്ത ഇടിച്ച് ഷേപ്പ് മാറ്റിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രീതിയിലാക്കണം. ഇല്ലടാ പറഞ്ഞു ചേച്ചേ, ലച്ചാച്ചാ ഒരു ഒലക്ക കിട്ടുവോ? യവന്റെ മണ്ട അടിച്ച് ഞാൻ കീറും. അവനെ ഇനി എവിടെ വെച്ച് ആരേലും കണ്ട അവിടെ തല്ലിക്കോണം. யாரு? சிபு எங்க? അതെ, അവനെന്തേ? ആർക്കാ? நம்ம சிபுக்கு. അവന്റെ രുക്മിണി. Just remember that.